ചീറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയനേ, തൂയാവിയേ, തൂയനേ, തൂയാവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, തൂയനേ, തൂയാവിയേ, തൂയനേ, തൂയാവിയേ. എന്നിൽ നൽദാനം ഏകിടാൻ, എന്നിൽ വൻകൃപകളെ നിക്ഷേപിപ്പാൻ, എന്നിൽ നൽദാനം ഏകിടാൻ, എന്നിൽ വൻകൃപകളെ നിക്ഷേപിപ്പാൻ, തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി എന്നെ നിറവേകിയതും, തിരക്കിൽ നിന്നും എനിക്കായി മാത്രം നിന്നിരുളി പിന്നെ നിറവേകിയതും യേശുവേ. നിന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു, തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ വെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനേ, നീതിയിൽ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും. തൂയനേ, തൂയാവിയേ, തൂയനേ, തൂയാവിയേ, തൂയനേ, തൂയാവിയേ.
നിങ്ങൾ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. കാരണം ഇന്ന് ദൈവം അസാധ്യമായ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാം. അസാധ്യമായത്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയാൻ കാരണം, ആമേൻ, ദൈവം ഒരാഴ്ച മുമ്പ് തന്ന എനിക്കൊരു വാക്കുണ്ട്, ഒരു കുറിവാക്യമുണ്ട്, ജീവനും മരണവും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ചൊരു വചനമുണ്ട്. അതെന്നെ പിടിച്ച് കുലുക്കി. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കർത്താവിനോട് ആ വചനവുമായി ഇരിക്കുമ്പോൾ പല ചിന്തകൾ, പല വെളിപ്പാടുകൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ വചനം കൊണ്ട് തൻ്റെ ജനത്തിന് എന്താണ് പ്രയോജനം? അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം വരുമോ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്നോടൊരു വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. സിസ്റ്റർ ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം ഒന്ന് വായിച്ചേ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബ് ആരെ കുറിച്ചായി പറയുന്നേ? ആമേൻ. ഇയ്യോബ് ആരെ കുറിച്ചായി പറയുന്നേ? ദൈവത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ ജനത്തോട് പറയുകയാണ്, നിനക്ക് സകലതും അറിയാം, നിനക്കൊന്നും അസാധ്യമല്ലെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളും, ഹല്ലേലൂയ, ആമേൻ, അതെപ്പോഴും പ്രയാസം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടും അങ്ങനെ ഉള്ളിലുള്ളത് കൊണ്ടുമാണ് ആ വാക്ക് എൻ്റെ ഉള്ളിൽ വന്നു കയറിയത്. ക്ഷമിക്കണം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് ദൈവം കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാൽ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവർ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ആമേൻ. ഹല്ലേലൂയ. വചനം എന്തു പറയുന്നു? അത്ഭുതമേറിയത്. ഹല്ലേലൂയ. അത്ഭുതമേറിയത്. ആമേൻ. നമ്മൾ തിരിച്ചറിയാതെ പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്, ഹല്ലേലൂയ, അവൻ വേർതിരിച്ച സന്തതികളാണെന്ന്, ഹല്ലേലൂയ, ഈ പട്ടണത്തിൻ്റെ നടുവിൽ നമ്മളെ കൊണ്ട് അവൻ ആവശ്യമുണ്ടെന്ന്, ഹല്ലേലൂയ, നമ്മൾ അറിയാതെ പോയി. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണ്. നീ പ്രിപ്പയർ ചെയ്യുന്ന മെസ്സേജ്, നിനക്ക് ഞാൻ തന്ന കുറിവാക്യം, ഹല്ലേലൂയ, അത് നീ അറിയാതെ പോയി. അതിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണ് നിന്നോട് പറയാനിരിക്കുന്നത്, അല്ലെങ്കിൽ ജനത്തിന് നൽകാനിരിക്കുന്നതെന്ന് ഒരു സംശയം കർത്താവ് വചനത്തിലൂടെ അത് വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ പോലും നമ്മൾ ചിന്തിക്കാതെ വണ്ണം, നമുക്ക് കഴിയത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ പോലും കർത്താവ് അതിനെ സാധ്യമാക്കാൻ തക്കവണ്ണം തയ്യാറാണ്. ഹല്ലേലൂയ. ഈ വചനത്തെ ഞാൻ വീട്ടിലിരുന്ന് ഏറ്റെടുത്തതാണ്. ആമേൻ. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വചനം കൂടെ വായിച്ചു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരാഴ്ച കൊണ്ട് ദൈവം എനിക്ക് തന്ന ആ സന്ദേശം, ആ വെളിപ്പാട് തൻ്റെ ജനത്തിൻ്റെ മേൽ വരുത്തക്കവണ്ണം കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ പറയുന്ന ഫോഴ്സ് കാരണാ പോലും ഞാൻ അതിനെ അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മറഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നൊരു പകലാണെന്ന് എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരണം. ഇനി ഇവിടെ വരുന്നവർ ദൈവനാമത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ സംഭവിക്കട്ടെ. ഒരു രോഗത്തിൻ്റെ പേരിലോ ഒരു തളർച്ചയുടെ പേരിലോ നീ ഇവിടെ വരാൻ സാധിക്കത്തില്ല. കർത്താവ് നിന്നെ അത്രമാത്രം അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ വിഷമങ്ങൾ പറയാനാണ് ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നെങ്കിൽ, ഇനി നീ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. ഇത് ഏറ്റെടുത്തോണം.
ഹല്ലേലൂയ. ഇത് ഏറ്റെടുത്തോണം. ആമേൻ. ഇതൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹങ്ങളെ നീ തന്നെ മറക്കരുത്. ആമേൻ. കർത്താവ് വെളിപ്പെടുത്തുവാൻ തയ്യാറാണ്. എന്നാൽ അത് നടക്കുമോ ഇല്ലേ എന്നുള്ള സംശയം നമുക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നേരത്തെ നമ്മുടെ അരുൺ ബ്രദർ ഇവിടെ വർഷിപ്പ് ബ്രദറെ ഞാൻ മെസ്സേജിലോട്ട് കയറിയില്ല. ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ. ആമേൻ. പാതാളമേ മരണമേ നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി നിൽക്കാൻ പറഞ്ഞു. നീ അത് പറയുമ്പോൾ തന്നെ അതിപ്പോൾ മാറും. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം നീ എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, നിനക്ക് ജീവിക്കണോ മരിക്കണോ? ആമേൻ പറഞ്ഞ് നിങ്ങൾ ഓരോ വാക്കും ഏറ്റെടുക്കണം. നിങ്ങൾ സുരേഷ് ബ്രദറിനെ നോക്കരുത്. ഇത് വെറും ഒരു മണ്ടനായ ശരീരം, പൊട്ടനായ ശരീരം, ബുദ്ധിയില്ലാത്ത ശരീരം. എന്നാൽ ആ വോഷ്കിനെ പോലും ദൈവം അനുഗ്രഹിക്കും. ദൈവം എൻ്റെ മേൽ തന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ ബുദ്ധിയുടെ ജ്ഞാനത്തിലോ എൻ്റെ അറിവിൻ്റെ ബലത്തിലോ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. അതിനുള്ളൊരു കൃപ അല്ലെങ്കിൽ മാനുഷികമായ ബുദ്ധി എനിക്കില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കത്തില്ലായിരുന്നു. വലിയ പഠിക്കാനൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരി വരുന്നു എല്ലാവർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അതാണ് ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ട്. ഹല്ലേലൂയ. അതാണ് യോബ് പറഞ്ഞത്, നീ തിരിച്ചറിയുന്നില്ല. നിന്റെ സന്തോഷം നീ തിരിച്ചറിയുന്നില്ല. നീ എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്ന് നീ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാരം വന്നാൽ പറയും ഹല്ലേലൂയ പെട്ടു. രോഗം വന്നാൽ പറയും തീർന്നു. 2 വാക്ക്, തീർന്നു, പെട്ടു. ഇതൊന്ന് മാറ്റി പറയാവോ? സദൃശ്യവാക്യം 18:21. ഹല്ലേലൂയ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ ആ വചനം കേട്ടു? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രവചനത്തിൻ്റെ മെസ്സേജ് മതിയെന്ന് തോന്നുന്നു. നിങ്ങൾക്കാർക്കും പ്രവാചകന്മാരാകാനോ ഉപദേഷ്ടാക്കന്മാരാകാനോ ആഗ്രഹമില്ലാത്തതുപോലെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്. നീ അനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു, മരണവും ജീവനും. ഹല്ലേലൂയ. മരണവും ജീവനും. ഹല്ലേലൂയ. ആരുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്? ആമേൻ. നമ്മുടെ നാവിന്മേലോ എൻ്റെ നാവിന്മേലോ? ഹല്ലേലൂയ. 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 എന്നാ ഇന്ന് ഉറക്കെ പാടാമോ? നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഇന്ന് വായ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വായ തുറന്ന് പറഞ്ഞേ. എല്ലാവരും അത് ഏറ്റെടുത്ത് പറയണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ചിലത് ഉറക്കെ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു 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 പ്രസംഗം കേൾക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തരുത്. ഇന്ന് ചിലത് എനിക്ക് പ്രാപിക്കണം, എന്നിലൂടെ ചിലവർക്ക് അനുഗ്രഹമാകണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു അഭിഷിക്തയാണ്, ദൈവത്തിൻ്റെ മകനാണ്, എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം.
ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വചനം വായിച്ച് കേട്ടതുപോലെ മരണവും ജീവനും ആരുടെ നാവിന്മേലിരിക്കുന്നു? ഹല്ലേലൂയ. അത്രയും പറഞ്ഞവർക്കായി സ്തോത്രം. നിങ്ങളുടെ നാവിന്മേൽ അതിരിക്കട്ടെ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ നമ്മുടെ നാവിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യത്തിന് വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്കിനാൽ അല്ലാതെ നമുക്ക് ആ രക്ഷയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ആമേൻ. അതെങ്ങനെ സുരേഷ് ബ്രദറെ ശരിയാവും? സ്നാനപ്പെട്ടാ പോരെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായാ പോരെ? യേശുവിനെ അറിഞ്ഞാ പോരെ? മതി. ഹല്ലേലൂയ. മതി. എന്നാൽ നീ മുഖാന്തരം നിന്റെ കുടുംബവും തലമുറയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ മുഖാന്തരം ജാതികൾ സുവിശേഷം അറിയണമെങ്കിൽ, ഹല്ലേലൂയ, നീ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, നിന്റെ നാവ് അനുഗ്രഹിക്കപ്പെടണം. ഓ റീ ലാഖാ മാ ലാഖാ ബാ റബാ ഷാഥാ റബാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ആ സത്യം എന്ന് തിരിച്ചറിയുന്നു? ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിളിച്ചു പറയും, ഹല്ലേലൂയ, കൃപാവരങ്ങളോട് കൂടിയ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ള നാവായുള്ളവനായിരിക്കണം. നിന്റെ കൃപാവരങ്ങളെക്കാൾ കൂടുതൽ നിന്റെ നാവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. ആമേൻ. നമുക്ക് ചേർന്ന് പാടാവോ? ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ പാടിയേ. ആമേൻ. ഈ വചനം ദൈവം എനിക്ക് തരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആ ഉറപ്പോടെ നിൽക്കുക. ഞാൻ ഇന്ന് എൻ്റെ നാവ് കൊണ്ട് പ്രസ്താവിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വെറും വാക്ക് പറയുന്ന പുസ്തകമല്ല. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് പാടി സ്തുതിക്കാം. ആ നാവ് കൊണ്ട് നമുക്കിന്ന് പിശാചിനെയൊക്കെ പുറത്താക്കാം. രോഗത്തിൻ്റെ ആത്മാവിനെ ശാസിക്കാം. തലമുറയുടെ മേൽ നശിപ്പിക്കുവാൻ നിൽക്കുന്ന അന്ധകാര കെട്ടുകളെ നമുക്ക് അഴിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനായി നമുക്ക് തന്നേക്കുന്ന അത്യുജ്വലമായ വാളാണ് നമ്മുടെ നാവ്. ആമേൻ. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമേറിയ ഒരു വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ മേൽ തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. ആമേൻ. ആ അധികാരത്തെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ നാവിന്മേലുള്ള അധികാരത്തെ തകർക്കാൻ ഒരു ശത്രുവിൻ്റെ കെട്ടുകൾക്കും കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ചേർന്ന് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിൽ സന്തോഷമുണ്ട്? ആമേൻ. ഞാൻ വാലല്ല. പറഞ്ഞേ, ഞാൻ വാലല്ല. ഹല്ലേലൂയ. ഞാൻ വാലല്ല. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഇന്ന് വായ കൊണ്ട് പ്രസ്താവിച്ചെടുത്ത് ദൈവം അങ്ങനെ തന്നെ ആക്കും. ആമേൻ. അതെന്തുകൊണ്ടെന്നാൽ നിന്റെ വായിന്മേലാണ് അധികാരം. ഹല്ലേലൂയ. ജീവന്റെയും മരണത്തിന്റെയും അധികാരം നിന്റെ വായിന്മേലിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ നാവിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. നല്ലതും ചെയ്യാം, തീറ്റയും ചെയ്യാം, നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആദവും ഹവ്വയും ആ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്യാനിടയായത്. കാരണം അവർക്ക് നാവുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് എന്തുണ്ടായിരുന്നു? നാവുണ്ടായിരുന്നു. പിതാവായ ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ സകല ചരാചരങ്ങളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്തമായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് എപ്പോഴും മനുഷ്യനോട് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. ആമേൻ. അവൻ സൃഷ്ടിച്ചപ്പോൾ പോലും മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്തനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിൽ ആണ്. ഹല്ലേലൂയ. നമ്മുടെ മുഖങ്ങൾ എത്ര പേരുടെ ഒരുപോലെയുണ്ട്? ഹല്ലേലൂയ. എത്ര പേരുടെ ഒരുപോലെ ഇരിക്കണം? ഹല്ലേലൂയ. പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആരുടെ രൂപമാണ് ദൈവത്തിൻ്റെ? എല്ലാത്തിലും ദൈവം മനുഷ്യനിൽ വ്യത്യസ്തത കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിർമ്മിച്ച മനുഷ്യനിൽ അവൻ വ്യത്യസ്തത ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാനിന്നൊരു വ്യത്യസ്തനാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞാനൊരു വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബാക്കി എല്ലാവർക്കും 4 കാലിൽ നടക്കുമ്പോൾ മനുഷ്യന് 2 കാല് കൊടുത്തു. ഹല്ലേലൂയ. ജീവനുള്ളതിനൊക്കെയും അവൻ 4 കാല് കൊടുത്തപ്പോൾ, ഇഴജന്തുക്കൾക്ക് ഇഴയാനുള്ള കഴിവും കൊടുത്തപ്പോൾ, മനുഷ്യന് മാത്രം അവൻ 2 കാല് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിനായി സ്തോത്രം, സ്തോത്രം പറയണം. നടക്കാൻ കഴിയാത്ത അനേകരുണ്ട്. ഹല്ലേലൂയ. വീൽ ചെയറിൽ ഇരിക്കുന്ന അനേകരുണ്ട്. ആമേൻ. കാലല്ലേ, കാലാണ്. ആ കാലിന് എന്തുമാത്രം പ്രയോജനം ഉണ്ടെന്ന് അറിയണമെങ്കിൽ വീൽ ചെയറിലിരിക്കുന്നവരെയും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരെയും നമ്മൾ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈക്ക് പ്രയോജനമുണ്ട്. കൈ വ്യത്യസ്തമാണ്. മറ്റാർക്കും മനുഷ്യരെ പോലെ കൈ കൊണ്ട് വേല ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യന് നാക്ക് കൊടുത്തു. ദൈവം മനുഷ്യന് മാത്രമാണോ നാക്ക് കൊടുത്തേ? ആർക്കാ കൊടുത്തു? പക്ഷികൾക്ക് കൊടുത്തു, ഇഴജന്തുക്കൾക്ക് കൊടുത്തു, എല്ലാവർക്കും നാക്ക് കൊടുത്തു. എന്നാൽ മനുഷ്യന് മാത്രം ദൈവം നാക്ക് കൊടുത്തിട്ട് അതിൽ ഒരു അനുഗ്രഹം കൂടെ കൊടുത്തു. ആമേൻ. വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് സംസാരിക്കുവാനുള്ള കഴിവ് കൊടുത്തു. മനുഷ്യൻ മാത്രമേ ഈ ലോകത്ത് സംസാരിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ മായ്ക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അവൻ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിക്കാനാണ് ദൈവം മനുഷ്യന് നാക്ക് കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാവിനായി സ്തോത്രം. ആമേൻ. പറ, ഈ നാവിനായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റു പറ, ഈ നാവിനായി സ്തോത്രം. കാര്യം നീ ഇന്ന് ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്റെ നാവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ പറയുന്നതൊക്കെയും ദൈവം നടത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മൾ വായിച്ചു. മരണവും ജീവനും
നാവിന്മേലിരിക്കുന്നു. നമുക്ക് മരണത്തെ കട്ട് ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് മരണത്തെ കട്ട് ചെയ്യാം. മരണത്തെ നെഗറ്റീവ് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് പോസിറ്റീവ് മാത്രം എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ നാവ് അനുഗ്രഹിക്കപ്പെട്ട നാവ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നാവ് നൽകിയത് ദൈവത്തോട് സംസാരിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാവ് തന്നെയാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത്. ആമേൻ, ആമേൻ. ദൈവം മറ്റുള്ളതിൽ നിന്ന് എത്ര അനുഗ്രഹം അവൻ്റെ നാവിന്മേൽ കൊടുത്തോ ആ നാവിനാൽ തന്നെ അവൻ വഞ്ചിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ്വ പാമ്പിനോട് സംസാരിച്ചത് കൊണ്ടല്ലേ അവളുടെ ഹൃദയം കലങ്ങിപ്പോയത്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ പിശാച്, ആ പാമ്പ് ഹവ്വയുടെ അടുത്ത് വന്നപ്പോൾ ദൈവഹിതത്തിനൊത്തവണ്ണം ഹവ്വ നിന്നിരുന്നെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ ഹവ്വയുടെ അടുത്ത് പറ. ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നീ എന്താണോ പിശാച് പറയുവാൻ കേൾക്കാൻ നിൽക്കുന്നത് അത് നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ നിന്റെ ഭാവിയെ തിരിക്കും. ദൈവം നിന്നിൽ എന്താണോ കണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും പിശാച് നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമുക്കത് അനുഗ്രഹമായിട്ട് തോന്നാം. ഹവ്വയ്ക്ക് അതാണ് സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് എന്താണോ ഹവ്വയുടെ അടുത്ത് പറഞ്ഞത് ഹവ്വ അത് വിശ്വസിച്ചു. പിശാചിന്റെ നാവിനാൽ ആര് വഞ്ചിക്കപ്പെട്ടു? ഹവ്വ വഞ്ചിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മളും പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് പിശാചിന്റെ ഈ തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. കഴിയത്തില്ല, സാധിക്കത്തില്ല, പറ്റത്തില്ല. ആമേൻ. എന്നാൽ നിന്റെ നാവ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർ ഒന്ന് വിശ്വസിക്കുന്നു എൻ്റെ നാവ് അനുഗ്രഹിക്കപ്പെട്ടതാണ്? ദൈവം ഏറ്റവും കൂടുതൽ ബ്ലസ് ചെയ്തത് മനുഷ്യൻ്റെ നാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയാൻ കാരണം ശലോമോൻ ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ചു. ആമേൻ. ശലോമോൻ ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ചു. അവന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവന് പഠിത്തവും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല. അവൻ എന്താണ് ദൈവം തന്നിൽ ഏൽപ്പിച്ച കാര്യം തൻ്റെ ജനത്തെ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ അവൻ്റെ നാവിലൂടെ അവന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്താണോ തൻ്റെ ജനത്തിൻ്റെ മേൽ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ബുദ്ധിയാലല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ. ഹല്ലേലൂയ. ശലോമോന് ജ്ഞാനം വന്നാൽ അവൻ മിണ്ടാതെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങളെങ്ങനെ അറിയും? സിസ്റ്ററിന് ബുദ്ധിയുണ്ട്, എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ അറിയും? ഹല്ലേലൂയ. പോട്ടെ, സിസ്റ്ററിന് വായിക്കാൻ അറിയാം, ഞാൻ എങ്ങനെ അറിയും? ആമേൻ, ഹല്ലേലൂയ. സിസ്റ്റർ വായിച്ച് കേട്ടാലേ സിസ്റ്ററിന് വായിക്കാൻ അറിയത്തുള്ളെന്ന്. ആമേൻ. ദൈവത്തിൻ്റെ ജ്ഞാനം ശലോമോന്റെ ഉള്ളിലുണ്ടെന്ന് ദൈവത്തിൻ്റെ ജനം അറിയണമെങ്കിൽ ശലോമോന്റെ വായ് തുറക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറ, ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ ഉറക്കെ പറഞ്ഞ, ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് വേണമെന്ന്. അപ്പൊ കർത്താവ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് ആരെയാ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് എന്തിനെയാ? സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പറയുന്നേ, നിന്റെ നാവിന്മേല മരണവും ജീവനും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നീ നാവ് കൊണ്ട് എന്ത് പ്രസ്താവിക്കുന്നുവോ അത് നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാവാണ് നിന്റെ ജീവൻ. ഒന്ന് പറ, എൻ്റെ നാവാണ് എൻ്റെ ജീവൻ. നാളെ നാവിനെ പൂജിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ശലോമോൻ ദൈവം കൊടുത്ത ജ്ഞാനം, ആ ജ്ഞാനത്തിലൂടെ നിന്റെ നാവ് അനുഗ്രഹിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്കൊത്തവണ്ണമല്ല, നിന്റെ ശക്തിക്കൊത്തവണ്ണമല്ല നിന്റെ നാവ് സംസാരിക്കേണ്ടത്, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമായതിനെ സാധ്യമാക്കത്തക്കവണ്ണം നിന്റെ നാവ് ചലിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളൊരു പ്രാർത്ഥനാ വിഷയവുമായി നീ ദൈവദാസന്റെ മുൻപിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് നീ ആ പ്രാർത്ഥനാ വിഷയത്തെ എടുത്ത് നിന്റെ നാവ് കൊണ്ട് നീ അതിനെ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭവനത്തോട് പോരാടുന്ന പിശാചിന്റെ ശക്തികളെ നിന്റെ നാവ് കൊണ്ട് നീ വെട്ടണം. ദൈവത്തിൻ്റെ തേജസ്സെന്മേലുദിച്ചതാ, ദൈവത്തിൻ്റെ തേജസ്സെന്മേലുദിച്ചതാ, ഉയരങ്ങൾ പറന്നിടുമേ. ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിൻ്റെ തേജസ്സെന്മേലുദിച്ചതാ, ഉയരങ്ങൾ. ഹല്ലേലൂയ. എത്ര പേർ പറഞ്ഞ ഉയരങ്ങളിലേക്ക് പറക്കും? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മോറിയ മലയിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളതൊന്ന് കാണണം. ആ അപ്പൻ്റെ ഹൃദയം എന്തുമാത്രം കലങ്ങി. ഏക മകനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകൾക്ക് ഈ സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇനി എന്താകും? ഇതോടെ അവൻ്റെ ഭാവി തീർന്നു. ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ നോക്കണം. ഈ അബ്രഹാം യാഗത്തിനായിട്ട് പോകുമ്പോൾ യാഗവസ്തു ഇല്ല. ഹല്ലേലൂയ. യാഗവസ്തു ഇല്ല. യാഗം കഴിപ്പാനിരിക്കുന്നത് തൻ്റെ മകനെയാണ്. ഹല്ലേലൂയ. അത് തൻ്റെ മകന് അറിയത്തില്ല. ആ അപ്പൻ്റെ ഹൃദയം കലങ്ങി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഒരു മകനെ കൊല്ലുവാൻ സ്വന്തം അപ്പൻ തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു ഭാരം. കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയെ നോക്കി നമ്മളെ കൊണ്ട് ഇനി അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കരുതി നിൽക്കുന്ന ആ ഒരു നിസ്സഹായകത അവസ്ഥയുണ്ടല്ലോ. നമുക്ക് മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനാ വിഷയം എഴുതുന്നത്. എൻ്റെ മകനൊരു ജോലി, എൻ്റെ മകൻ ഇന്നതാണ്, എൻ്റെ മകൻ ഇതിൽ നിന്നൊരു വിടുതൽ. ഹല്ലേലൂയ. അബ്രഹാമിന് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. ഹല്ലേലൂയ. അബ്രഹാമിന് അടുത്തൊരു ഓപ്ഷൻ ഇല്ല. പ്രാർത്ഥനാ വിഷയമില്ല. നമുക്ക് പ്രാർത്ഥനാ വിഷയമെങ്കിലും കൊണ്ട് ദൈവം വിടുവിക്കും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അബ്രഹാമിന് ഇസഹാക്കിനെ കൊണ്ടുപോകുന്ന വഴിയിൽ അവന് നെക്സ്റ്റ് ഒരു പ്രാർത്ഥനാ വിഷയം ഓപ്ഷൻ ഇല്ല. തീർന്നു. തൻ്റെ ജീവനായ മകൻ ആ മലയുടെ മുകളിൽ യാഗമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കയ്യിൽ തീയുണ്ട്. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ കയ്യിൽ വിറകുമുണ്ട്. ഇത് രണ്ടും, മകന്റെ കയ്യിലിരിക്കുന്നതും അപ്പന്റെ കയ്യിലിരിക്കുന്നതും അവനെ തകർക്കുവാൻ വേണ്ടിയുള്ള ആയുധമാണ്. ഹല്ലേലൂയ. നമ്മുടെ പല ജീവിതത്തിലും, മാതാപിതാക്കളുടെ ജീവിതത്തിലും നമ്മുടെ വലം കൈയിലും ഇടം കൈയിലും ഇരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമാകത്തില്ല. അതിന് സാധ്യത കാണത്തില്ല.
ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികം ചിലപ്പോൾ നിന്റെ മകന്റെ ഉയർച്ചയ്ക്ക് തികയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് നിന്റെ സാമ്പത്തികം തികയത്തില്ലായിരിക്കാം. അവിടം കൊണ്ട് തീർന്നു എന്ന് പ്രതീക്ഷ നടക്കുന്ന വേളയിൽ, എല്ലാം അവസാനിച്ചു എന്ന് കാണുന്ന ആ നിമിഷത്തിൽ ഇസഹാക്ക് അബ്രഹാമിനോടൊരു ചോദ്യം ചോദിക്കും. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള വസ്തു എവിടെ? അബ്രഹാമിന്റെ ഉള്ളിൽ അറിയാം, അവൻ വിശ്വാസികളുടെ പിതാവാണ്. ദൈവം ജാതികളിൽ നിന്ന് അവനെ വിളിച്ചിറക്കി വേർതിരിച്ച് അനുഗ്രഹിച്ചൊരു മനുഷ്യനാണ്. അവന്റെ സകല സമ്പത്തും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അബ്രഹാമിനോട് പറഞ്ഞ, നീ കാണുന്ന ദേശമൊക്കെ നിനക്ക് ഞാൻ അവകാശമാക്കി തരുമെന്ന, ഈ മണൽത്തരി പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന. ഹല്ലേലൂയ. ഇതേപോലെ പല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ആ മാനസിക അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് പലരോരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത നിലയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ അതിനൊന്നും സാധ്യതയില്ലാതെ സാധ്യതകൾ അസ്തമിച്ചു നിൽക്കുന്ന ഒരു സമയം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ മോറിയ മലയുടെ ഹല്ലേലൂയ ആ തട്ടിൽ വെച്ച് അബ്രഹാമിനോട് ഇസഹാക്ക് ചോദ്യം ചോദിക്കുന്നു. ഹല്ലേലൂയ, യാഗമൃഗം എവിടെ? ഓ, പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തലമുറയിലും നമ്മൾ നേരിട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. എവിടെ? നിങ്ങളെ കൊണ്ട് എന്ത് സാധിച്ചു? ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്ക് എന്ത് തന്നു? നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? എവിടെ ബ്ലെസ്സിങ്? എവിടെ എൻ്റെ അനുഗ്രഹം? എവിടെ? ആ തകർച്ചയിൽ നിന്നുകൊണ്ട് അബ്രഹാം തൻ്റെ മകനോട് പറഞ്ഞൊരു വിശ്വസ്തമായ ഒരു വാക്കുണ്ട്, ദൈവം കരുതിക്കൊള്ളും. അവനൊരു ഉറപ്പുമില്ല, ദൈവം അവന് കരുതിക്കൊള്ളുമെന്ന്. കാര്യം ദൈവം പറഞ്ഞതാണ് നിന്റെ മകനെ യാഗം കഴിപ്പിപ്പാൻ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചൊരു മറുപടി ഇല്ല, സ്റ്റോപ്പ്. എന്നാൽ അബ്രഹാം വിശ്വാസത്തോടെ പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും. ഇന്ന് എത്ര പേർ ഏറ്റു പറയും, എൻ്റെ ജീവിതത്തിന്റെ മേൽ ദൈവം കരുതിക്കൊള്ളും, എൻ്റെ തലമുറയുടെ മേൽ ദൈവം കരുതിക്കൊള്ളും? വെറും വാക്ക് പറഞ്ഞ അബ്രഹാമിനെ, മകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ അബ്രഹാമിന്റെ വാക്ക്, അവന്റെ നാവിലൂടെ വന്ന ആ പ്രവചനം ആ ഉൾപ്പടർപ്പിൽ വെളിപ്പെട്ടു. എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ ജീവിത സാഹചര്യം ഉൾപ്പടർപ്പിലൂടെ ആയിരുന്നാലും അതിൽ നിന്നൊരു ഡെലിവറൻസ്, അതിൽ നിന്നൊരു മിറക്കിൾ ഞാൻ വലിച്ചെടുക്കും. ഓ, നിന്റെ അനുഗ്രഹത്തെ തടയുവാൻ വെച്ചിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെ നിന്റെ നാവിനാൽ തകർത്ത് ആ മുൾപടർപ്പിൽ നിന്ന് നിന്റെ അനുഗ്രഹം വെളിയിൽ വരട്ടെ. അബ്രഹാം കരുതുമെന്ന് പറഞ്ഞത് ആ മുൾപടർപ്പിൽ, അല്ലെങ്കിൽ ആ മുൾച്ചെടിയുടെ മധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇതിലൊരു ദൂത് കിടപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ മകനോട് ഒരു ആശ്വാസത്തിന് ദൈവഹിതത്തിൽ പറഞ്ഞത്, ആ മലയുടെ മേളിൽ മുൾപടർപ്പിൽ ഇന്ന് ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവരുക, നിന്റെ അനുഗ്രഹങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരുക. ശത്രു തടഞ്ഞു വെച്ചതിന് ഈ ആടുണ്ടെങ്കിൽ ഇസഹാക്ക് യാഗമാകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ആടുണ്ടെങ്കിൽ ഇസഹാക്ക് യാഗമാകത്തില്ല, അപ്പന്റെ കൂടെ സമൃദ്ധിയിലിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ആട് ആ മുൾച്ചെടിയിൽ എന്തെടുക്കുക? യെസ്, എന്തെടുക്കുക?
കുരുങ്ങിക്കിടക്കുക. ഇന്ന് നിന്റെ നാവ് കൊണ്ട് നീ വിളിച്ചു പറ, കുരുങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, കുരുങ്ങിക്കിടക്കുന്ന എല്ലാ അഭിഷേകവും നിന്റെ ജീവിതത്തിന്റെ മേൽ പിശാച് മുൾപ്പടർപ്പിൽ കുടുക്കിയിട്ടതിനെ ഇന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികത്തെ ദൈവം കരുതിക്കൊള്ളും. നിന്റെ തലമുറയെ ദൈവം കരുതിക്കൊള്ളും. സിസ്റ്റർ ഇന്ന് ഏറ്റെടുത്ത് പറഞ്ഞു, നിന്റെ തലമുറയെ ആ മുൾപടർപ്പിനിടയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക. നിന്റെ നാവിന്റെ ഫലമാണ്. അബ്രഹാം, നീ എന്തവിടെ പ്രസ്താവിച്ചോ അതാണ് മുൾപടർപ്പിൽ വെളിപ്പെട്ടത്. അബ്രഹാം ദൈവം കൊടുത്ത അനുഗ്രഹീതമായ നാവ് കൊണ്ടവൻ പ്രസ്താവിച്ചു, ദൈവം കരുതിക്കൊള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം കരുതിക്കൊള്ളും? അതിൽ പരം ഒരു സാഹചര്യം, അതിൽ പരം ഒരു വിഷമഘട്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം മകനെ കൊല്ലുവാനാണ് കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ നിസ്സാര പ്രശ്നമല്ലോ, എൻ്റെ മോൻ പഠിക്കുന്നില്ല, എൻ്റെ മോന് കൂട്ടുകെട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ എക്സെട്രാ 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 ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ നിനക്ക് ഒരു പ്രാർത്ഥനാ വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, എൻ്റെ മകനെ കൊല്ലുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ അത് വിശ്വസിക്കുന്നു? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും നിന്റെ നാവിന്മേൽ കാണാതിരിക്കുന്നതിൻ്റെ, നിന്റെ നാവിനകത്ത് കാണാതിരിക്കുന്നതിൻ്റെ പൂർത്തീകരണവുമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ഹല്ലേലൂയ, ഇത് ഞാൻ അടച്ചു വെച്ചതിന് കാരണം ഇതിലെഴുതിയതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിലെഴുതിയൊന്നും ഞാൻ പറഞ്ഞില്ല. അബ്രഹാമിന്റെ നാവിന്മേൽ കൂടെ ഇരുന്ന ദൈവം എൻ്റെ നാവിന്മേൽ കൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവം പറയുന്ന, ആള് മാറിയവനെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് കണ്ടവർ ചിന്തിക്കും, ഇവൻ ആള് മാറിയവനെ പോലെ. ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ആള് മാറിയവനെ പോലെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേലെന്ന് ദൈവം വലിയത് ചെയ്യും. അവൻ ചെയ്യാൻ ശക്തനാണ്. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, അല്ലെ ദാസന്മാരോട് പറഞ്ഞത്, എടുത്തു വയ്ക്കുവിൻ, നിറയ്ക്കുവിൻ. എടുത്തു വെച്ചത് നിങ്ങളാണ്, നിറച്ചത് നിങ്ങളാണ്. എടുത്തു വയ്ക്കാതെയോ നിറയ്ക്കാതെയോ ഇരുന്നാൽ അതിനകത്തൊരു ഡെലിവറൻസ് ഇല്ല. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ എടുത്തു വെച്ചതും അത് നിറച്ചതും നമ്മളാണ്. ഹല്ലേലൂയ. എടുത്തു വയ്ക്കുവാനും അത് നിറയ്ക്കുവാനും അധികാരം നമുക്കാണ്. ദൈവം അതിൽ അത്ഭുതം ചെയ്യും. നീ എടുത്തു വയ്ക്കുവാനും നിറയ്ക്കുവാനും തയ്യാറാണെങ്കിൽ നിന്റെ നാവിലൂടെ ദൈവം അത് അനുഗ്രഹിക്കും. അതാ മറിയ പറഞ്ഞ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. അതാണ് ശലോമോന്റെ ജ്ഞാനം. ദൈവഹിതത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു വലിയൊരു അഭിഷേകം ദൈവം ഇന്ന് നിറയ്ക്കുക. നിങ്ങൾ ഇന്നിത്, കർത്താവ് എന്നോട് പറയുന്നു, ഇന്നിത് നിങ്ങൾ കേട്ടുപോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മറക്കത്തില്ല. നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെയും ഈ നാവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ മെസ്സേജ് മറക്കത്തില്ല. കാര്യം അനുഗ്രഹത്തിൻ്റെ താക്കോൽ നിന്റെ വായ്ക്കകത്താണ്.
അനുഗ്രഹത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തഴിക്കപ്പെടും. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും. ഹല്ലേലൂയ. കർത്താവ് ഒരു കീ എടുത്ത് കൊടുത്ത് പത്രോസിന്റെ കൈ കൊടുത്തിട്ടാണോ പറഞ്ഞേ? ഹല്ലേലൂയ. കർത്താവ് പോകുന്നതിന് മുമ്പ് ഇതാ സ്വർഗത്തിന്റെ താക്കോൽ അപ്പൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അതിന് നീ പിടിച്ചോ. നീ ഇനി ഇവിടെ എന്ത് കെട്ടിയാലും ഞാൻ അവിടെ കെട്ടും. അതാണോ കർത്താവ് ഉദ്ദേശിച്ചത്? നിന്റെ വായ് തുറന്ന് നീ എന്ത് പ്രസ്താവിക്കുന്നുവോ അത് സ്വർഗം നടപ്പാക്കും. ഇന്ന് പറ, വായ് തുറന്ന് പറ, ഞാൻ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും. ഞാൻ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിന്റെ വായിന്മേലിരിക്കുന്ന അഭിഷേകത്തെ ഇന്ന് റിലീസ് ചെയ്യണം. അത് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട്ടിലൊരു അസുഖം വന്നാൽ ഓടിച്ചെന്ന് ടെലിഫോണിനല്ല ആശ്രയിക്കേണ്ടത്. മുട്ടുമടക്കി നിന്റെ നാവിനാൽ പ്രസ്താവിക്കണം. അത് ഡിക്ലെയർ ചെയ്യണം. ആ രോഗത്തിന്റെ ആത്മാവിനെ നീ ശാസിക്കണം. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേലൊരു കാര്യസ്ഥനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തും. ഹല്ലേലൂയ. ഈ കാര്യസ്ഥനായി ഇവർ ഇരിക്കുമ്പോൾ മാളികമുറി, ഞാൻ പഠിച്ചത് മാളികമുറിയല്ല, മാളികമുറിയിൽ അവർ ചേർന്നു 3 ദിവസം കഴിഞ്ഞ് അവർ ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി ഒരിടത്ത് കൂടിയപ്പോഴാണ് ദൈവാത്മാവ് അവരുടെ മേലിറങ്ങി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് പിളർന്ന നാവുകളാൽ, നിങ്ങൾ കേട്ടോ, പരിശുദ്ധാത്മാവ് എന്ത് ശക്തിയോടെ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് പിളർന്ന നാവുകളായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പിളർന്ന നാവാൽ ആ അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ 3000 പേർ. ഓ, നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അത് നിങ്ങൾക്കത് മനസ്സിലായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു കാര്യസ്ഥൻ വരും. അവൻ എങ്ങനെയാ വരുന്നേ? അഗ്നിനാവാണ്, അഗ്നിനാവ്. അവിടെ പ്രാധാന്യം നിങ്ങൾ നോക്കി, അവിടെ എന്താ വന്നേ? അവിടെ രോഗശാന്തി ശുശ്രൂഷയുടെ വരവാണോ വന്നേ? ആണോ സിസ്റ്ററെ? നിനക്ക് പ്രൊഫറ്റ് ചെയ്യാനുള്ള കൃപാവരവാണോ വന്നേ? ഹല്ലേലൂയ. നീ എന്തിലൂടെ അതിലേക്ക് എത്തണമോ അതാണ് നിന്റെ ഉള്ളിൽ വന്നത്. നീ എന്തിലൂടെ അതിലേക്ക് എത്തണമോ അതാണ് നിന്റെ ഉള്ളിൽ വന്നത്. അതാണ് അഗ്നി നാവുകളാൽ. ഓ എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ വന്നതുപോലെയാണോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോ? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്? ഹല്ലേലൂയ. നിന്റെ മേലുള്ള അധികാരത്തെ ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ മേൽ എന്താണോ ദൈവം നൽകിയിരിക്കുന്ന അനോയിന്റിങ്, ഹല്ലേലൂയ, അത് നീ തിരിച്ചറിയണം. നിന്റെ നാവിന് ജീവനുണ്ട്. നിന്റെ നാവിന് ജീവിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയും. കർത്താവ് കല്ലറയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് തുറക്ക്, ഞാൻ പിടിച്ചോണ്ട് വരട്ടെ എന്നല്ല പറഞ്ഞത്. ലാസറെ പുറത്തു വാ എന്ന് അവന്റെ വായ് കൊണ്ട് പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ചിലതൊക്കെ അങ്ങ് പ്രസ്താവിക്കുക.
ഇന്ന് ചിലതൊക്കെ അങ്ങ് വിളിച്ചു പറ. നിന്റെ മേലുള്ള വലിയൊരു ബ്ലെസ്സിങ് ആയി ഓപ്പൺ ആകുന്നേ, നിന്റെ മേലുള്ള വലിയൊരു അനോയിന്റിങ് ആയി നിന്ന് വെളിപ്പെട്ട് വരുന്നേ. ഹല്ലേലൂയ. നീ ആരാണെന്നുള്ള ബോധ്യം നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. ആരോടാ സംസാരിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കിണറ്റിനരികിലിരുന്ന് പാപിനിയായ സ്ത്രീയോട് സംസാരിക്കുന്ന വാക്കാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ. ശ്രദ്ധിക്കണേ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എത്ര പേർ വിശ്വസിക്കുന്നു നിന്നോട് സംസാരിക്കുന്ന ദൈവം? ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നിന്റെ നാവിന്മേലുള്ള അഭിഷേകത്തിനായി നീ പ്രാർത്ഥിക്കും. നിന്റെ നാവിന്റെ അധികാരത്തിനായി നീ പ്രാർത്ഥിക്കും. നീ പറയുന്നതൊക്കെയും അനുഗ്രഹമായി തീരുവാൻ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാവിലൂടെ അനേക രോഗികൾ സൗഖ്യമാകണം. അത് കരങ്ങളടിച്ച് സ്വീകരിച്ച്, അത് കരങ്ങളടിച്ച് സ്വീകരിച്ച്. എൻ്റെ നാവിലൂടെ രോഗികൾ സൗഖ്യമാകണം. എൻ്റെ നാവിലൂടെ അനേകർ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ശലോമോന്റെ ജ്ഞാനത്തോടെ, സ്വർഗീയ ജ്ഞാനത്തോടെ, വിവേകമുള്ള ബുദ്ധിയോടെ, കർത്താവ് തന്ന നാവിനാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നവരൊക്കെയും ആഗ്രഹിക്കുന്നവരൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വലിയത് ചെയ്യും. മറഞ്ഞിരിക്കുന്നതിനൊക്കെ ഇന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. മുൾപ്പടർപ്പിൽ കുടുങ്ങിയ അനുഗ്രഹങ്ങളൊക്കെ ഇന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഓർത്തൊരു ഹല്ലേലൂയ. ഇന്ന് മുതൽ നീ ഏറ്റു പറയണം, കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങും. പറ ഹല്ലേലൂയ. നിന്റെ കയ്യിലാണ് നിന്റെ കീ. പറ, എൻ്റെ കയ്യിലാണ് എൻ്റെ കീ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റെ നാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം.